എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവശബ്ദം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്ന ഒരു ദൈവമാണ്. ദൈവത്തോട് ആര് പരിപൂർണ സമർപ്പണത്തോടെ നിലവിളിക്കുന്നുവോ അവരുടെ നിലവിളി സർവശക്തനായ ദൈവം കേൾക്കുന്നു. വാസ്തവമായ കാര്യമാണ് അത്. തൻ്റെ മക്കളെ തകർക്കുവാൻ വേണ്ടി ദുഷ്ടൻ പദ്ധതി വയ്ക്കുമ്പോൾ അതിൻ്റെ നടുവിൽ വിടുതലായി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ കാണാൻ കഴിയും. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടെങ്കിലും ആ പ്രതികൂലങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. അതെങ്ങനെ? ദൈവത്തിൻ്റെ പദ്ധതി നിന്നിൽ ഉള്ളത് കൊണ്ട്. ആപത്തിൽ നിന്റെ ഹൃദയം വെമ്പലോടെ ദൈവത്തോട് നിലവിളിക്കുന്ന സമയത്ത് ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അവസ്ഥ തുടർന്ന് എനിക്കൊരു ജീവിതമുണ്ടോ, ഒരു പ്രതീക്ഷ എൻ്റെ ജീവിതത്തിൽ മുന്നിലുണ്ടോ എന്ന് ഒരു വെമ്പൽ ഹൃദയത്തിനകത്ത് വരുമ്പോൾ ആ സന്ദർഭത്തിൽ പരിപൂർണമായ ഒരു വിടുതൽ നിനക്ക് നിശ്ചയമായി ലഭിച്ചിരിക്കും. ബൈബിളിൽ നോക്കപ്പെടുമ്പോൾ ദാനിയേലിനെ തന്നെ നോക്കാം. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതികൂലം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ സേവിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എന്നെ വിടുവിക്കുന്നുവെങ്കിൽ വിടുവിക്കട്ടെ. തൻ്റെ ശരീരത്തെയോ തൻ്റെതായ ആ പ്രാണൻ തൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന നിമിഷം മനുഷ്യൻ കുറിക്കപ്പെട്ടു, രാജാവ് കുറിക്കപ്പെട്ടു, ശത്രുക്കളായവർ കുറിക്കപ്പെട്ടു. അവിടെയും താൻ ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്നു. എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ വിശ്വാസം അവിടെ വലുതായി കാണാൻ കഴിയും. സിംഹത്തിൻ്റെ കുഴിയിൽ എടുത്തിടപ്പെട്ടപ്പോഴും അവൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ലാതെ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. ആ ദൈവം എത്ര ഭയങ്കരൻ! ആ ദൈവത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം വലിയ കാര്യങ്ങൾ ആ ദൈവം നമുക്ക് ചെയ്തു തരും. തീർച്ചയായും അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്ന് നാം അറിയേണ്ടത് ആവശ്യമാണ്. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ, എൻ്റെ നിലവിളി ദൈവം കേൾക്കുമോ എന്ന് പലപ്പോഴും നാം ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെട്ട് വരുവാൻ വേണ്ടി ദൈവം നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ദൈവം തന്നെ അയക്കുമ്പോൾ താൻ എന്തെല്ലാം ചിന്തിക്കുന്നുവോ എന്തെല്ലാം പറയുന്നുവോ അത് ദൈവം കൽപ്പിക്കുന്നത് പോലെ തന്നെ താൻ കൽപ്പിക്കുന്ന അനുഭവമായി അത് ദേശത്ത് സംഭവിക്കുവാനിടയായിത്തീർന്നു. ആഹാബിൻ്റെ മുമ്പേ 36 മാസം ആകാശമടയ്ക്കുന്ന നിലവാരങ്ങളിൽ ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്. ഈ ആണ്ട് മഞ്ഞോ മഴയോ ഞാൻ പറഞ്ഞല്ലാതെ പെയ്യുകയില്ല എന്ന് ഒറ്റ വാചകത്തിലൂടെ ആഹാവിൻ്റെ മുമ്പിൽ നിന്ന് പോയി. 36 മാസം ആകാശം അടഞ്ഞിരുന്നു. ആ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആകാശം തുറന്നു ഭൂമിയിൽ മഴ നൽകിയതായി കാണുവാൻ കഴിയുന്നു. നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനായിരുന്ന ഏലിയാവിൻ്റെ
പ്രാർത്ഥന ദൈവം കേട്ടു. ഇസ്രായേൽ ജനത്തിൻ്റെ അതിക്രമത്തിൻ്റെ നടുവിൽ, പാപത്തിൻ്റെ നടുവിൽ ആകാശമണ്ഡലത്തെ അടയ്ക്കുന്ന ആ ഒരു അനുഭവം തൻ്റെതായ വാക്കുകൾക്ക് ദൈവം കൊടുത്തു. വീണ്ടും താൻ പറയുന്ന നിമിഷം വരെ ദൈവം അവിടെ കാത്തിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദേശത്തുണ്ടായിരുന്ന ശൂന്യതകളെ മാറ്റുവാൻ എൻ്റെ ദൈവം ഇടവരുത്തി. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ വിശ്വാസം വച്ചിട്ട് മടങ്ങി വരുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, വിശുദ്ധിയും വേർപാടുമുള്ള ഒരു ശരീരത്തിനും ഒരു ഹൃദയത്തിനും ഉടമയായ വ്യക്തിയാണ് എങ്കിൽ, നീ മുഴങ്കാലുകൾ മടക്കപ്പെടുമ്പോൾ, നിന്റെ ഹൃദയം പൂർണ്ണമായി കർത്താവ് സന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ, നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിൽ അതേ ഒഴുകപ്പെടുമ്പോൾ, അതിൻ്റെ നടുവിലെ ഒരു പ്രാർത്ഥന, ഒരപേക്ഷ, ഒരു യാചന നിന്റെ മുൻപിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും അതിന് മറുപടി തരുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ആ വിശ്വാസത്തിൻ്റെ പട്ടികയിൽ നോക്കുമ്പോൾ ഒത്തിരി വലിയ പ്രവർത്തികൾ കാണാൻ കഴിയുന്നു. ഏറ്റവും കൂടുതലായി കർത്താവിന് ചെയ്യുവാൻ കഴിയും. അടഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങളെ തുറക്കുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. അടഞ്ഞിരിക്കുന്ന മേടുകളെ, മുൻപിലുള്ള പാതകളെ തുറക്കുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഇനി ജീവിതത്തിനകത്ത് മുന്നേറുവാൻ കഴിയുകയില്ല. എല്ലാവരും നിന്റെ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ അടഞ്ഞിരിക്കുന്ന വാതിലുകളെ തുറക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വേറൊന്നും ചെയ്യേണ്ട, പ്രാർത്ഥന ആവശ്യം. നീ നേർച്ച നേരേണ്ട കാര്യമില്ല. വിഗ്രഹങ്ങളുടെ മുമ്പാകെ പോകേണ്ട കാര്യമില്ല. പുണ്യസ്ഥലങ്ങളിൽ പോകേണ്ട കാര്യമില്ല. ഏകസത്യദൈവമായ ആ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സമർപ്പണം നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിൽ ദൈവം വലിയ ചെയ്തിരിക്കും. കഴിഞ്ഞ നാളുകളിലെ വിദ്യാഭ്യാസ മേഖലകളിൽ മുന്നേറുവാൻ കഴിയാതെ അടഞ്ഞിരിക്കുന്നു. ഒരു ജോലിയിൽ പ്രവേശിപ്പാൻ കഴിയാതെ നിന്റെ മുൻപിൽ വാതിലുകൾ അടഞ്ഞിരിക്കുന്നു. ഒരു വിവാഹ ജീവിതത്തിൽ പ്രവേശിപ്പാൻ കഴിയാതെ തടസ്സമായി അടഞ്ഞിരിക്കുന്ന മണ്ഡലമാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ തടസ്സങ്ങളെ മാറ്റിത്തരും. ഒരു ഭവനം പണിയപ്പെടുവാൻ ആഗ്രഹിച്ചിട്ടും സമ്പത്തുണ്ട്, പണിയപ്പെടുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നു. ആ തടസ്സമാണോ? ആ അടഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങളെ മാറ്റി ദൈവം നിശ്ചയമായും നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി അയക്കും. കഴിഞ്ഞ നാളുകളെ നിന്നെ നിരാശപ്പെടുത്തിയെങ്കിൽ ഈ നാളുകൾ നിരാശപ്പെടുത്താത്ത ഒരു ദൈവമുണ്ട്. ഏലിയാവിൻ്റെ ദൈവം. ദ്രവ്യാഗ്രഹപ്രിയനല്ലാത്ത ഒരുവൻ്റെ പ്രാർത്ഥന, മറ്റൊരുവൻ്റെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കാത്ത ഒരുവൻ്റെ പ്രാർത്ഥന, മറ്റൊരുവൻ്റെ വീഴ്ച കാണുവാൻ ആഗ്രഹിക്കാത്ത ഒരുവൻ്റെ നിലവിളി പ്രാർത്ഥന, മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിവുള്ള ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ അതിൻ്റെ നടുവിലൊരു ദൈവപ്രവൃത്തിയുണ്ട് നിശ്ചയം. ഇന്ന് പകൽക്കാലം ആ ദൈവം നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തൻ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിന്നെ സമർപ്പിക്കുക. ആ ദൈവം ഒരു വലിയ ചെയ്യുവാനായിട്ടുണ്ട്. സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപാകെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സർവകൃപാലുവായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, ഈ സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതത്തിനകത്ത് അടഞ്ഞിരിക്കുന്ന വാതിലുകളെ തുറക്കുവാൻ അവർ പ്രാർത്ഥിക്കേണ്ടതിന് അവരുടെ ശരീരത്തെ അവിടെ ഒരുക്കി, ഉണരുവാൻ അവരുടെ ഹൃദയത്തെ അവിടെ ഒരുക്കി, കർത്താവാരെന്ന് തിരിച്ചറിയുവാൻ അവരുടെ മേലുള്ള ശക്തി, അവരുടെ വാക്കുകൾക്ക്, അവരുടെ നിലവിളിക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയേണ്ടതിനായിട്ട് അവരുടെ വിശ്വാസത്തിൻ്റെ ആ പടകുകളെ ദൈവം തുറക്കേണ്ടതിനായി, കൂടുതലായി ഉറച്ചു നിൽക്കേണ്ടതിനായി അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സമേഖലകൾ മാറട്ടെ. കുടുംബജീവിതങ്ങളിൽ നിന്ന്, തലമുറകളിൽ നിന്ന്, മറ്റു മണ്ഡലങ്ങളിൽ നിന്ന്, ഒറ്റപ്പെട്ട് കഴിയുന്ന ജീവിതത്തിൽ നിന്ന് കുടുംബത്തെ ചിതറിച്ച് ശത്രു വച്ചിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ജയം കൊണ്ട് പൂർണ്ണമായി എൻ്റെ കർത്താവിനോട് പറ്റിച്ചേരുവാൻ സർവശക്തനാ ദൈവം ഒരുക്കണം. മാനുഷികരങ്ങളാൽ ബന്ധിപ്പിക്കപ്പെട്ടതും പൈശാചികനാൽ ബന്ധിപ്പിക്കപ്പെട്ടതുമായ സകല പോരുകളെയും அதை അതിജീവിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം സകലരുടെ മേലും അവിടെ നിന്ന് പകരുമാറാകണം. ദൈവാത്മാവിൻ്റെ നടത്തിപ്പുണ്ടാകട്ടെ.
കൃപയാൽ പൊതിയണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനാ ദൈവം എല്ലാവർക്കും വലിയ ചെയ്യട്ടെ. ദൈവശബ്ദം എന്ന ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ ദൈവശബ്ദവും ഗ്രാമസുവിശേഷീകരണവും പൊതുവായി ലക്ഷ്യം വെച്ച് ഓരോ ഗ്രാമങ്ങളിലും എല്ലായിടങ്ങളിലും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. മദ്യലഹരി ബോധവൽക്കരണവും ഗ്രാമസുവിശേഷീകരണവുമാണ്. അതായത് 4 വീലറോ മറ്റ് വാഹനങ്ങൾ വരുവാൻ കഴിയാത്തടത്ത് 2 വീലറിൽ വന്ന് അപ്രകാരമുള്ള സന്ദേശങ്ങൾ അറിയിക്കുന്ന ഒരു പ്രത്യേക ദൗത്യമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ദേശത്തിനകത്തും നിങ്ങൾക്കും പ്രാർത്ഥനകൾ ആവശ്യമാണ് എങ്കിൽ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ ഇടയാകട്ടെ. ഈ ഭാരതത്തിൻ്റെ സുവിശേഷീകരണം ദൈവത്തെ അറിഞ്ഞിട്ട് പിന്മാറി നിൽക്കുന്ന ജനതയെ മടക്കി വരുത്തുവാൻ ഉള്ള ഒരു പ്രത്യേക ദർശനവുമായി ഈ നാളുകൾ ഞങ്ങൾ സഹോദരങ്ങൾ ഒരുമയോടെ പ്രാർത്ഥനയോടെ പല ഇതര ദേശങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.